സീമാജി നായർ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നെന്നുള്ള സത്യമാണ്. പ്രശസ്ത നടിയും സാമൂഹിക പ്രവർത്തകയുമായ സീമാജി നായർ പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പെടാൻ കാരണം രേണുസുധിയാണ്. രേണുസുധിയെ സഹായിക്കാൻ പോയതാണ്. അവസാനം രേണുസുധി നല്ല എട്ടിന്റെ പണിയാണ് കൊടുത്തത്. രേണുസുധി സീമാജി നായർക്കൊപ്പം നിൽക്കുന്ന ഒരു AI ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടു. ഒരുപാട് പേർക്ക് അത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി AI ആണെന്ന്. ചിലവരൊക്കെ അത് റിയൽ ആണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ സീമാജി നായർ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ പോസ്റ്റിന്റെ അടിയിൽ വന്ന കുറിപ്പ് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ചേച്ചി വന്നു, എന്നെ കണ്ടു, സീമ ചേച്ചി. എനിക്കെന്ത് ഹാപ്പി ആയെന്നറിയോ ചേച്ചി, ഹെൽപ്പ് ചെയ്തു കേട്ടോ. എനിക്ക് അതുകൊണ്ട് മെഡിസിൻ ഒക്കെ വാങ്ങാൻ പറ്റി. താങ്ക് യു ചേച്ചി. മറ്റൊരുപാട് പേർ എന്നെ സ്നേഹിക്കുകയും കൂട്ടത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കേട്ടില്ലേ? ഇങ്ങനെ ഒരു പോസ്റ്റും കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം അത് വലിയ വിവാദ ചർച്ചയായി മാറി എന്നതാണ് സത്യം. ഇതിനെപ്പറ്റി നമ്മുടെ സീമാജി നായർ ഷെഫീന ബീബിക്ക് ചെയ്തൊരു കോളിൽ പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ ചെറിയ ഭാഗം കൂടി കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. അതിനെ സംബന്ധിച്ചിട്ട് ഈ ആൺകുട്ടിയെ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ട് ഫൈറ്റ് ചെയ്യുക ഞാൻ അതിനെ ഈ പറഞ്ഞ പോലെ അസുഖമാണെന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഞാനതൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാനൊരിക്കലും അതിനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അതിനെ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഒന്നാമത് എന്നാന്ന് വെച്ചാൽ ഒന്നിനും സമയമില്ല. കാരണം ഈ ഒരാളുടെ കാര്യമല്ലല്ലോ, ഒരുപാട് പേരുടെ കാര്യമുണ്ട്. അത് പലതും കടങ്ങളും അതും ഇതും എല്ലാം കൂടി ആയിട്ട് നമ്മൾ പലരെയും പിടിച്ചു നിർത്താനും ഇപ്പോഴും അവനെ ചികിത്സിച്ച വകയിൽ കടമുണ്ട്. അത് അവന്റെ ഫാമിലിക്ക് അറിയാം. അപ്പോ അതെല്ലാം കിടന്നാകെ വിഷമിക്കുമ്പം ക്യാൻസറാന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കുട്ടിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് കരുതി. കേട്ടില്ലേ? തന്റെ തിരക്കുകളും കടങ്ങളും നിറഞ്ഞ ജീവിതത്തിലും സമയം കണ്ടെത്തി രേണുസുധിനെ സഹായിക്കാൻ പോയതാണ്. അവസാനം രേണുസുധി തന്നെ സീമാജി നായരെ പെടുത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയ വിവാദ ചർച്ചയായതിനെ തുടർന്ന് രേണുസുധി ഒരു ന്യായീകരണ വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. എന്നെ കാണാൻ ICU കയറിയിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. വീഡിയോ കോളിലാണ് എന്റെ ചേച്ചി കാണിച്ചു തന്നത് ചേച്ചീനെ. അതുപോലെ അത് ആ ഒരു പിക്ക് AI പിക്കാന്ന് ബുദ്ധിയുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ ഇട്ടേക്കുന്ന AI പിക്ക്. അങ്ങനെ ഒരു പിക്ക് ചേച്ചി എന്നെ നേരിട്ട് കാണാത്തോണ്ടും എടുക്കാൻ പറ്റാത്തോണ്ടും ഫോട്ടോ എടുക്കാൻ പറ്റാത്തോണ്ടും ICU കയറ്റാത്തത് കൊണ്ടും ആ ഒരു പിക്ക് AI വെച്ചിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആ AI വെച്ചിട്ട്, അല്ലാതെ അത് എല്ലാവർക്കും കണ്ടാ അറിയാം. രേണുസുധിയുടെ ന്യായീകരണം കേട്ടില്ലേ? AI വെച്ച് എഡിറ്റ് ചെയ്ത് ഫോട്ടോ ഇട്ടതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. നിങ്ങൾക്ക് പക്ഷെ അടിയിലെ കുറിപ്പ് ഇങ്ങനെ മാറ്റി എഴുതായിരുന്നു. അതായത് സീമാജി നായർ തന്നെ കാണാൻ വന്നു, ഒരുപാട് സഹായിച്ചു. പക്ഷെ ICUവിന്റെ അകത്തായത് കൊണ്ട് എന്നെ കാണാൻ പറ്റിയില്ല. പക്ഷെ എന്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ഞാനൊരു AI ഫോട്ടോ വെച്ചിടുന്നത് എന്ന അടിയിലൊരു കുറിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങൾ ഇത്രയും വലിയ ചർച്ചയായിട്ട് ഈ വിഷയത്തെ എടുക്കില്ലായിരുന്നു. ഇതിപ്പോ നിങ്ങളെ സഹായിക്കാൻ വരുന്നവരെയും കൂടി വെറുപ്പിക്കുന്ന അവസ്ഥയല്ലേ? എന്തായാലും രേണുസുധി ചെയ്ത ഈ പ്രവൃത്തിയെ ഞാൻ ഒട്ടും ന്യായീകരിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.